നമ്മുടെ സജീവമായ സാന്നിധ്യം കൽപ്പകഞ്ചേരി മാമ്പ്രയിൽ നിന്ന് ആ താഴ്ചയിൽ നിന്ന് ഈ ഇത്രയും വലിയ ഉയരത്തിലേക്ക് സ്ഥിരമായിട്ട് ഓടാനെത്തുന്ന നമ്മൾ പ്രിയപ്പെട്ട ഷെരീഫ് ക. നമ്മൾ തൊട്ടടുത്ത ആളുകളെല്ലാം എത്രയും ദൂരത്തുനിന്ന് അവർ ഡെയിലി ഇതിന് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഷെരീഫ് ക വിദേശത്തേക്ക് പോവാണ്, കടയിലേക്ക് ജോലിക്ക് തിരിച്ചു പോവാണ്. 6-7 മാസം നമ്മളെ കൂടെ ഉണ്ടായിരുന്നു അല്ലേ. ഒരു ഇതുള്ള മാരത്തോണിലൊക്കെ നമ്മളൊരു ഫോട്ടോ ഉണ്ടായിരുന്നു, സജീവ സാന്നിധ്യമാണ്. ഏതായാലും കുറച്ച് ദിവസത്തിന് ജോലിക്കായിട്ട് വിദേശത്തേക്ക് പോവുകയാണ്, സൗദിയിലാണ്. അപ്പോൾ ഏതായാലും അദ്ദേഹത്തിനുള്ള ഒരു യാത്രയപ്പാണ്. നമ്മുടെ ടീമിൽ നിന്ന് വിട്ടുപോയാൽ നമ്മൾ ഇക്ബാൽക്ക പുറത്ത് വിട്ടൊരു സാധനമുണ്ട് അല്ലേ. നമ്മൾ എന്ത് ഡ്രസ്സ് ഇട്ടോ ആ ഡ്രസ്സ് ഇട്ട് അവിടെ ഓരോ ദിവസം ആളെണ്ണം കൂട്ടിക്കുന്നു അല്ലേ. അപ്പോൾ അല്ലേ അത്രയും സജീവമാക്കി കൊണ്ടുവരുന്ന അത് ആ ഒരു സാധനം ഇനിയിപ്പോൾ എന്താവും. ഇനിയിപ്പോൾ സൗദിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ആളെണ്ണം കൂട്ടി കൊണ്ടുവരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അസ്യാവക്കാം വരും. അപ്പൊ പോകുമ്പോഴേ ഈ ജേഴ്സിയൊക്കെ പാക്കറ്റ് ആക്കണേ, കാണണം. അപ്പോഴാണ് നമുക്കൊരു രസം ഉണ്ടാവുക. ഓക്കെ, അപ്പോ നമ്മൾ ഷെരീഫ് ഖാന്റെ യാത്രയപ്പാണ്. അപ്പൊ ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഇനി ബാക്കി കാര്യങ്ങൾ ഷെരീഫ് ഖാൻ പറയും, അനുഭവങ്ങൾ. ഈ റിയൽ റണ്ണേഴ്സിൽ വന്നിട്ടുള്ള ഒരു അനുഭവം അതാണ് നമ്മളൊക്കെ കേൾക്കാൻ താല്പര്യം അല്ലേ. 5-6 മാസമായി ഓപ്പോക്കാൻ്റെ കൂടെ. അൽഹംദുലില്ലാ, അതൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ഏതായാലും ഉഷാറായി. മറ്റന്നാൾ പോകാൻ ഇൻഷാല്ലാ, എല്ലാവരും പ്രാർത്ഥിക്കാം. അല്ല, ശരീരത്തിന്റെ എന്തേ മാറ്റങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ. എത്ര കിലോ പറഞ്ഞു? മാരത്തോണിൽ എത്രയൊക്കെ കിലോമീറ്റർ ഓടി അതെന്ന് പറഞ്ഞാൽ? മാരത്തോണിൽ 10 കിലോമീറ്റർ. 3-10-2-5. ഏതൊക്കെ മാരത്തോൺ അതൊക്കെ പറഞ്ഞത്? മലപ്പുറം, കോട്ടക്കൽ, പെരിന്തൽമണ്ണ, വലിയോറ, പരപ്പനങ്ങാടി. അടിപൊളി. നമ്മൾ പങ്കെടുത്ത എല്ലാത്തിലും ഉണ്ട്. നിങ്ങള് ഇത് തുടങ്ങി അന്ന് എത്ര കിലോമീറ്റർ ഓടാൻ കഴിഞ്ഞിരുന്നു? സ്റ്റാർട്ടിങ്ങിലൊക്കെ എത്ര? 5 കിലോമീറ്റർ നിങ്ങൾ ഫസ്റ്റ് തന്നെ ഓടിയിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ. അതുകൊണ്ട് പണ്ടേ ഈ ഓട്ടവും പിന്നെ ഷെരീഫ് റുമാസ് ബാബു സിറ്റു പിന്നെ 6 മാസം മുന്നേ അവർക്ക് നടന്നു വരുന്നേ, എന്നാണെങ്കിൽ നടന്നു വരാനേ. അപ്പോൾ നമ്മളെ നോക്കും, രണ്ടുപേരും നോക്കും മുൻ പരിചയം ഉണ്ടാവുന്നത് നോക്കി നിൽക്കാനേ അല്ലേ. സാധാരണയായിട്ട് നമ്മൾ വലിച്ചു വെച്ചല്ലേ, അങ്ങനല്ലേ വലിച്ചു വെച്ചാൽ പിന്നെന്ത് ചെയ്യുക. നമ്മൾ നിത്യ ശരിക്കും എന്ത് ചെയ്യുക, മൊട്ടക്കനായിട്ട് നമ്മളെ കൂടെയുള്ള ശരിക്കും നമ്മളെ കൂടെ കട്ടക്ക് എന്തിനും ശരിക്കും നമ്മളെ വീട്ടിലേക്ക് ക്ഷണിക്കാനും നമ്മളെ കൂടെ എന്തിനും തയ്യാറായി നിൽക്കുന്ന 2 താരങ്ങൾ. അതിൽ ഒരാൾക്ക് തൽക്കാലമായിട്ട് വിട്ടു പോകണം, മറ്റൊരു റുമാസ് ബാബുമാണ്. റുമാസ് ബാബുവിൻ്റെ കൂടെ ഇനി അവിടെ ഒരാളെ സംഘടിപ്പിക്കുന്ന നമുക്ക് ഉറപ്പല്ലേ ഉണ്ടാവില്ലേ. ശ്രദ്ധിക്കുന്ന പ്രവാസികൾ അറിയാം, പ്രവാസികൾ എന്ത് ചെയ്യുക, പറഞ്ഞ ആളുകൾ കുഴപ്പമില്ലാത്ത ആളുകൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അവിടെ നമ്മളെ കാണാൻ പറ്റുക, ഇവന്നെ കാണാൻ പറ്റില്ല, എന്തോ ചെയ്യാൻ അല്ലേ. പ്രവാസികളെ എന്താ സുബൈർ യാത്രയപ്പിനെ കുറിച്ച് പറയാനുള്ളത്? യാത്രയപ്പില് മൂപ്പർക്ക് വിഷമില്ലെങ്കിൽ നമുക്ക് സങ്കടമുണ്ട്. ആ സങ്കടത്തിലിരിക്കുക ഒരാൾ പോവാന്ന് പറഞ്ഞാല് നമ്മളൊരു വീട്ടുകാരെ പോലെ കഴിഞ്ഞിരുന്നതാണ്. ആ വീട്ടിൽ നിന്ന് ഒരാൾ ഇറങ്ങി പോകുമ്പോൾ നല്ല വിഷമങ്ങൾ, ഇത്രയാ പ്രയാസങ്ങൾ. എല്ലാരും നല്ല സങ്കടത്തിലാണ് കേട്ടോ. എല്ലാവരുടെ ഫേസും സങ്കടമാണ്. എല്ലാവർക്കും അറിയായിരിക്കും. ഞാനും ഷെരീഫും നമ്മൾ വലിയ പരിചയമൊന്നുമില്ല, ഇവിടെ വന്നതിന് ശേഷം പരിചയമായതാണ്. റുമാസിനെ നമുക്ക് പിന്നെ ആദ്യം അറിയാം. അപ്പോൾ ഷെരീഫ് എന്ന് പറഞ്ഞാൽ വന്നാൽ പിന്നെ ഓടുക എന്നുള്ളതാണ്, നടത്തം എന്നുള്ളതിൽ നിന്നും മാറിയിട്ട് ഞങ്ങളെ കുറച്ച് തടിയുള്ള ആളുകളാണല്ലോ അല്ലേ. അപ്പോൾ തടിയുള്ള ആളുകൾക്ക് എങ്ങനെ ഓടാൻ കഴിയാന്നുള്ളത് പല ആളുകൾക്കും ഒരു ചോദ്യചിഹ്നമായിരുന്നു. ഇപ്പോഴും പല ആളുകളും, ഇപ്പോൾ ഞാനൊക്കെ സ്കൂളിൽ നമ്മളെ സ്റ്റാറ്റസ് ഇടുമ്പോൾ കുട്ടികൾ തന്നെ എന്നോട് ചോദിക്കലുണ്ട്, നിങ്ങളൊക്കെ ഓടിയ വെറുതെ ആളെ കളിയാക്കാൻ വേണ്ടി ഇത് ചെയ്യാം. അപ്പോൾ അതിനൊക്കെ ഒരു മറുപടിയാണ് നമ്മളെ ഷെരീഫ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതെന്നും ഇവിടുന്ന് പുറത്തു പോയാലും അതേപോലെ തന്നെ ചെയ്യാനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്. സങ്കടമുണ്ട് ബോണില്, സങ്കടം വലം കൈ നഷ്ടപ്പെട്ടു, നഷ്ടപ്പെട്ടു. അനങ്ങാൻ പാടില്ല. ഫോണ് വീണ് കിട്ടിയിട്ടുണ്ട്. പുതിയ റൂട്ട് നമ്മൾ കണ്ടെത്തി പ്രോത്സാഹനം കിട്ടാ പരിപാടി വെക്കൂലേ. അല്ല, നമ്മുടെ ബസ് സ്റ്റാൻഡിന്റെ അവിടെ തലമുറ റെഡിയല്ല, തലമുറ കുഴപ്പമില്ല, റെഡിയല്ല. എണ്ണി കൊടുത്ത
പോളാട്ടെ അവിടെ പോയിട്ട്